ഇതൊരു റീസെറ്റിംഗ് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ടിങ് സ്റ്റഡി വ്ളോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോനെ വിളിക്കാം. മഴയൊക്കെ മാറി വെയിലൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ കുറഞ്ഞോ? ഇവിടെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കെന്നാലും പെയ്യും. ഇതൊരു മലയോര പ്രദേശമാണ്, അപ്പോൾ മഴ അത്ര പെട്ടെന്നും പോയില്ല, ചെറിയ വെയിൽ വരും കുറയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പഠിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു 20-ലധികം ദിവസത്തിൻ്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ അടുത്തൊന്നും ഇത്രയും ഗ്യാപ്പ് ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി വീണ്ടും ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. മുന്നേ ആണെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയൊരവസ്ഥയാണ്. ഒന്നാമത് ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെയാണ് ഇപ്പോൾ കിടക്കുന്നത്. എൻ്റെ വീട്ടിലങ്ങനെ പൊതുവേ ആരും രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം ഉള്ളവരല്ല, എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാനും വീണ്ടും പഴയതുപോലെ ആയി, ലേറ്റായിട്ട് എണീറ്റു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തത് കറണ്ട് അഫെയർസ് വെച്ചിട്ടാണ്. പണ്ട് ഞാൻ ഡെയിലി കറണ്ട് അഫെയർസ് എഴുതുമായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് ടോപ്പിക് വൈസാണ് പഠിക്കുന്നത്. പക്ഷേ അത് മാത്രം പോരാ എന്ന് ലാസ്റ്റ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വീണ്ടും ഡെയിലി കറണ്ട് അഫെയർസ് എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 5 എണ്ണം മാത്രം ഒരു ദിവസം എഴുതി വെക്കാം. അപ്പോൾ അതവിടെ പഠിച്ച് മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടോപ്പിക് വൈസും പഠിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടല്ലോ, എൻ്റെ അനിയന് ഓണപ്പരീക്ഷയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ അവനെയും കൂടെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അവന് എക്സാം ആഫ്റ്റർനൂണാണ്, അതുകൊണ്ട് ഒരു ഉച്ചവരെ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് പഠിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കറണ്ട് അഫെയർസ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എഴുതിയ കറണ്ട് അഫെയർസ് ഒന്നുകൂടെ റിവൈസ് ചെയ്തു. ഞാൻ എഴുതിയ ഒരു കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. നീതി ആയോഗിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചികയിൽ 2026 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം. ഓപ്ഷൻസ് ഞാൻ പറയാം: കേരളം, പഞ്ചാബ്, തമിഴ്നാട്, ഗുജറാത്ത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയുന്നവർ ആൻസർ കമൻറ്റ് ചെയ്യണേ. കുറേ നാളിങ്ങനെ പഠിക്കാതെ ഇരുന്നിട്ട് പിന്നെ കുറച്ചധികം സമയം എനിക്ക് ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. മാക്സിമം ഒരു 20-25 മിനിറ്റൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്രേക്ക് എടുക്കും, മുറ്റത്തോട്ടൊക്കെ പോവും, പിന്നെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാനിന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു മാക്സിമം ഒരു 3 മണിക്കൂർ അത്രയും പഠിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ ഞാൻ കുറേ സമയം പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് മിനിഞ്ഞാന്നൊക്കെ ഞാൻ പഠിച്ചത്. അത്രയും സമയം ഇരിക്കാൻ പറ്റുന്നില്ല, മൈൻഡ് എന്തോ ശരിയല്ലാത്ത പോലെയാണ്. പക്ഷേ ഇന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നമ്മുടെ കലാ, കായികം, സംസ്കാരം ഒരു ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ് കാണുകയാണ് ചെയ്തത്. അത് അറിയാത്തതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തോ കാരണം കൊണ്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സ്ഥലത്തുനിന്ന്. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച ഒരു ബുക്കില്ലേ, അത് ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. അത് വായിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഒറ്റയിരുപ്പിന് വായിച്ചു. ചെറിയ ബുക്കാണ്. അതിൽ എന്തിനെപ്പറ്റി പറയുന്നു എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ എന്താ പറയുക, ഒരു ഫാമിലി ബേസ്ഡ് സ്റ്റോറിയാണ്. അതിൽ 2 പെൺകുട്ടികളുണ്ട്. അതിൽ പറയുന്ന പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ഈ മതപരിവർത്തനത്തിനെ പറ്റിയിട്ടൊക്കെയാണ്. അതായത് ഈ മറ്റേ സിനിമയുണ്ടല്ലോ, കേരള സ്റ്റോറി, അതുപോലത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയല്ല, ബുക്കാണത്. ഒറ്റയിരിപ്പിന് വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബുക്കാണ്. ഒരു 100 സംതിങ് പേജേ ഉള്ളൂ. ഞാൻ കുറേ നാളായി ഒരു ബുക്ക് കംപ്ലീറ്റ് വായിച്ച് തീർത്തിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ലാസ്റ്റ് ടൈം ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് പകുതി വായിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തോ അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഇത് ഞാൻ ഒറ്റയിരിപ്പിന് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിച്ചത് നൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്യാനുള്ള OMR ഷീറ്റൊന്നും എനിക്ക് വീട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റേജ് 3ൻ്റെ എക്സ്പ്ലനേഷൻ കണ്ട് എനിക്കറിയാത്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേജിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണ് ഈ ഒരു സ്റ്റേജ് എന്നുള്ളത്. പക്ഷേ അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് മറ്റേ ഒരു കായലിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടില്ലേ, അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് എഴുതിയവർ നിങ്ങളുടെ അഭിപ്രായം പറയണം കമൻറ്റ് സെക്ഷനിൽ. എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് എഴുതുന്ന പോലെ ആവില്ലല്ലോ, എക്സാം ഹോളിൽ ഇരുന്ന് എഴുതുന്ന ആ ഒരു മാനസികാവസ്ഥ അത് വേറെ തന്നെയാണല്ലോ. പിന്നെ ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കുറേ പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നേ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു ഗൈസ്. എന്നെ അറിയ പോലും ഇല്ലാതെ നിങ്ങളിങ്ങനെ
കുറേ മോട്ടിവേഷൻ പോലെ അതിരുന്ന് ടൈപ്പ് ചെയ്യാൻ തന്നെ വേണം ഒരു മനസ്സ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ബ്രേക്ക് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് സെക്ഷൻ എടുത്ത് വായിച്ചാൽ മതി. കുറേ പോസിറ്റീവായിട്ടുള്ള ഒരു പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് കിട്ടും അത് നോക്കിയാൽ തന്നെ. അപ്പോൾ കിട്ടുന്ന ടൈം എല്ലാവരും മാക്സിമം പഠിക്കാൻ നോക്കുക. ഇനിയിപ്പം അത്ര ദിവസമല്ലേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് സെപ്റ്റംബർ 19 തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ 3 മണിക്കൂർ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. പിന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം ഗൈസ്.